ഹാഫ് ടൈമിന് അടിപൊളി സൂപ്പർ ആക്ഷൻ, ഒരു വെറൈറ്റിയാണ് മമ്മൂടിയുടെ. അത് പറയുന്നില്ലല്ലോ, സൂപ്പർ ഹിറ്റ് തന്നെ. ഒരു ഫണ്ണല്ല ആക്ച്വലി. നല്ലൊരു സ്വാഗ് ഉണ്ട് മമ്മൂക്കയുടെ. ഒരു ഗെയിമിംഗ് സ്ട്രാറ്റജി കൊണ്ടുവരുന്നത് സ്വാഗിലാണ് കൊണ്ടുപോകുന്നത്. രസമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല എനിക്ക് ബിലാലിന് മുമ്പുള്ള ഒരു സാധനം പോലെ എനിക്ക് ഫീൽ ചെയ്തത്. നല്ല സ്വാഗാണ്. ഡിനോ ഡെന്നീസ് ആ ഒരു എനിക്കൊന്നൊരു ഫാൻ ബോയ് കൊടുക്കേണ്ട ട്രിബ്യൂട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നല്ല ലുക്കാണ് മമ്മൂട്ടിയുടെ, ഭയങ്കര ലുക്ക് തന്നെയാണ്. കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം. ഇനി ഫുള്ള് കണ്ടിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. മമ്മൂക്കാടെ ഒരു മാസം ആ ഒരു കാര്യങ്ങളൊക്കെ വരും. സെക്കൻഡ് ഹാഫിൽ നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. മമ്മൂക്കാടെ ലുക്ക് അടിപൊളിയാണ്. മമ്മൂക്ക നൈസാ, പറയാനില്ല, ഒന്നും പറയാനില്ല. അതൊരു വല്ലാത്തൊരു ഗെയിമിനെയൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെ ഒരു സംഭവമാണ്. ഭയങ്കര ഒരു വ്യത്യസ്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുന്നു. പടം ഫസ്റ്റ് ഹാഫ് നമ്മൾ പടത്തിൻ്റെ ഒരു ഗെയിം ത്രില്ലർ, ഒരു മൈൻഡ് ബ്ലോയിങ് ഗെയിമിലേക്ക് വന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് ആണ്, പക്ഷെ കൊണ്ടുവരുത്തിയിരിക്കുന്ന പോർഷൻ അടിപൊളിയാണ്. ഇനി സെക്കൻഡ് ഹാഫ് ആയിരിക്കും പടത്തിൻ്റെ റിയൽ ഗെയിം. അത് പടത്തിൽ എങ്ങനെയാണ് ഒരു ഗെയിം ത്രില്ലർ എന്നുള്ള ഗണത്തിൽ ജോണറിലേക്ക് പോകുന്നത്. ഈ സെക്കൻഡ് ഹാഫാണ് മമ്മൂട്ടിയുടെ ആ ഒരു എന്താ പറയുക കംബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പടം പൊളിയായിരിക്കും. അത് പല ഇന്റർവ്യൂണ്ട് സെക്കൻഡ് ഹാഫ് ആയിരിക്കും പടം വേറെ ലെവലിലേക്ക് പോകാൻ പോകുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. ഈ എന്താ പറയുക 24 വയസ്സിലും ഈ രീതിയിലുള്ള സ്റ്റണ്ടുകളും ചെയ്യാൻ വേണ്ടി മുമ്പൊക്കെ കണ്ടി വേറെ ആരുമില്ല. അതായത് ലോക സിനിമയെ തന്നെ മാറ്റി മറിച്ചിരിക്കുകയാണ് ഫസ്റ്റ് ഹാഫ്. ഒരു രക്ഷയില്ല. ലുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഓരോരോ വയസ്സ് കൂടുന്നവരത്തേക്ക് ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചു പൊളിച്ച് ത്രില്ലിംഗ് ആയിട്ട് വരുന്നുണ്ട്. നല്ലപോലെ ഒരു ത്രില്ലിംഗ് വരുന്നുണ്ട്.